അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് നിങ്ങൾക്ക് രണ്ടാൾക്കും അറിയാമോ? ഇന്നത്തെ ചലഞ്ച് ഫ്രൂട്ട് ചലഞ്ച്. അപ്പൊ നമുക്ക് നേരെ ചലഞ്ചിലേക്ക് പോവാം. ഇവർക്ക് രണ്ടാൾക്കും എങ്ങനെയാ ഇപ്പോൾ സാധാ കളിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോന്നോരോന്ന് കാണിച്ചു തരുന്നതല്ല, രണ്ടാൾക്കും ഒരുമിച്ച് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് തരും. ഇത് രണ്ടാളും ഒരുമിച്ചിട്ട് നോക്കിയിട്ട് മനസ്സിലാകുന്ന ആരാന്ന് വെച്ചാൽ കൈപൊക്കിയിട്ട് പറയാം. ഓക്കെ? ഇന്നത്തെ പ്രൈസ് ഓരോന്ന് പറയുന്നതിനനുസരിച്ച് 500 രൂപ വെച്ച് നിങ്ങൾക്ക് രണ്ടാൾക്കും തരുന്നതായിരിക്കും. ഒരു ആൻസറിന് 500 രൂപ വെച്ച് തരുന്നതായിരിക്കും. അതിലെ കിളിവാരിട്ട് നോക്കുന്നത് രണ്ടാളും ഒരു ആൻസറിന് 500. ഒരു 20 ക്വസ്റ്റ്യൻ എടുത്തോളുണ്ട്. ഓക്കെ അല്ലേ? സെറ്റല്ലേ? ചലഞ്ച് സ്പോൺസർ ചെയ്തിരിക്കുന്നതും ഞാൻ തന്നെയാണ്. ചലഞ്ച് കണ്ടുപിടിക്കുന്നതും ഞാൻ തന്നെയാണ്. അതുപോലെ തന്നെ നല്ല കിഡിലെ പണിഷ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയിട്ട് വരാം ഗൈസ്. ബൂം. ക്വസ്റ്റ്യൻ ആരംഭിക്കാൻ പോവാണ്. പരമാവധി നിങ്ങൾക്ക് ഞാൻ മാർക്ക് തരാണ്ടിരിക്കാൻ നോക്കല്ലേ, നോക്കി കണ്ടുപിടിക്കുന്നുണ്ട്. മാർക്ക് തരാതിരിക്കാൻ നോക്കും. നിങ്ങൾ കണ്ടുപിടിക്കണ്ടേ? നിങ്ങൾ എന്തായാലും കണ്ടുപിടിക്കേണ്ട നിങ്ങളുടെ ലക്ഷ്യമാണ്. അപ്പൊ തുടങ്ങാം. ഇത് എന്താണെന്ന് കണ്ടുപിടിച്ചോ? നിങ്ങൾക്കുള്ള ഇവിടെ ഉണ്ട് ഗൈസ്. ഇതെന്താണ് സംഭവം? എന്താണിത്? 1 2 3 4 5 6 2 ബോട്ടിലോ സ്ക്രൂ. 2 ബോട്ടിലോ സ്ക്രൂ. അമ്മക്ക് എന്താണ് പറയുന്നത്? സ്ക്രൂ. 2 ബോട്ടിലോ സ്ക്രൂ അല്ല. ഫ്രൂട്ട് മാത്രമേ ഗൈസ് ഉണ്ടാവും. ഫ്രൂട്ട് ചലഞ്ച് അല്ലേ? പിന്നെ ഒട്ടകത്തിനെ കൊണ്ടാച്ചിട്ട് ഇവിടെ ഫ്രൂട്ടാന്ന് പറയുന്ന ഉള്ളത് ഗൈസ്. പീഡനം വന്നതാണ്. പ്രൈസ് ഞാൻ പൈസ ഇത് കോക്കനട്ട് നെറ്റ്. കോക്കനട്ട് മനസ്സിലായോ? സിമ്പിൾ ആയിട്ടുള്ള സാധനം അല്ലേ? അപ്പൊ ഇതാ 500 രൂപ. ആർക്ക് വേണ്ടവേ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ഗൈസ്. നോക്കിക്കോ, നിങ്ങൾക്ക് രണ്ടാക്കുള്ള എന്താ? ആദ്യം കൈ പൊക്കണേ. ഇത് അമ്മ പറ. എന്താ? സ്പീഡ് പറ. അറിയാലോ? അറിയാമായിരുന്നു. അപ്പൊ ഇതാ ഫസ്റ്റ് 500 രൂപ അമ്മ ഇവിടെ കരസ്ഥമാക്കാൻ പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് കൈവക്കെ ഗോപികയാണ്. കൈവക്കുന്നതിനാണ് ഇവിടെ മാർക്ക്. ഇവിടുന്ന് ആലോചിച്ചിട്ട് അല്ല, കൈവക്കിട്ട് ആലോചിക്കാൻ പാടില്ല. ഇതെന്താ? റൈറ്റ് ആൻസർ 500. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. പൊക്കിയാണെന്ന് പറയണോ തനിക്ക്? എന്താ പറഞ്ഞ? 500 രൂപ നെക്സ്റ്റ് ഇതാ കരസ്ഥമാക്കിയിരിക്കുകയാണ് ഗൈസ്. അതല്ല, ഇമാതിരി ചലഞ്ചും ഇത്രയും പൈസയും വെച്ച് ചലഞ്ച് നടത്തണമെങ്കിൽ ഒറ്റയാൾക്ക് മാത്രമേ പറ്റൂ. എനിക്ക് തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് എന്താണ്? കൈ വെക്കുന്നില്ലടോ, ഒരു ആലോചിക്കുന്ന. ആദ്യം കൈ വെക്കേ. ചെറി. ഗോപികക്കിട്ട് ഒരു 500 രൂപ ചെറി. ഇത് ഒറിജിനൽ നോട്ടാണ്. സരിയോ? ഗാന്ധി ഉണ്ടെന്ന് പറഞ്ഞേ. 500. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എന്താ
അമ്മക്കറിയാം. അമ്മ എന്തോ പറ. അറിഞ്ഞൂടാ? രണ്ടാളും തോറ്റാ? ഇല്ല ഇല്ല തോറ്റല്ലേ? രണ്ടാളും തോറ്റല്ലേ? ജാക്ക് ഫ്രൂട്ട്. ജോക്കർ അല്ല, ജാക്ക് ഫ്രൂട്ട്. മനസ്സിലായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇത് എന്താണ്? ഏതാണ് ക്വസ്റ്റ്യൻ? ഗ്രേപ്സ്. റൈറ്റ് ആൻസർ. 500 രൂപ വീണ്ടും കരസ്ഥമാക്കിയിട്ടുണ്ട്. എന്തൊരു ചൂടാന്നോ. കൊണ്ടുവച്ചിട്ടുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ഗൈസ്. ഏതാണ് ക്വസ്റ്റ്യൻ? ഏതാ? എടാ ഇത് കൈവെക്കുമെങ്കിലും അവസരം കൊടുക്കണം. എന്താ? കിവി. അപ്പൊ ഗൈസ് കെവിക്ക് ഒരു 500 രൂപയും കൂടി കിവി. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അറിഞ്ഞൂടാ? രണ്ടും മണ്ടന്മാരായിട്ട് അയ്യോ നടക്കേട്. അറിഞ്ഞൂടാ? ആ പറഞ്ഞോ. കൈ പൊക്കിയിട്ടാണ് പറയാ. അല്ലാത്ത പക്ഷം നമ്മളിവിടെ തോൽപ്പിക്കുന്നതായിരിക്കും. തോറ്റില്ലേ? ആപ്പിൾ. എടാ ഈ എന്ന് പറയും ഗുളികാന്നല്ല, പിന്ന. അടുത്ത ഇത് എന്താണ് ക്വസ്റ്റ്യൻ? അല്ല ഇതേതാണ് ആൻസർ? ഇത് മാണ്ടാണ്. ഇത് നിരോധിച്ചെന്നുള്ളതിന്റെ. ആ പറഞ്ഞോ. 1 ബാൻ 2 3 ആപ്പിൾ. ആപ്പിൾ അല്ല. 5 6 7 8 9 10. ബനാന. ബാൻ എലിഫന്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ ഗുളികക്ക് മലയാളം പറഞ്ഞേക്കുന്നതിന് ഇംഗ്ലീഷ്. ഇപ്പൊ ഈ ആലക്ക് ഇംഗ്ലീഷ് പറഞ്ഞേക്കുമ്പോ മലയാളം. അപ്പൊ എത്ര പൈസ 1000. ഇവിടെ എത്രയാണ്? ഇവിടെ 2000 കാണുന്നേ. 2000. എനിക്ക് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്. അപ്പൊ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോലെ പൈസ ഇങ്ങനെ കൊല്ലാൻ കൊല്ലിക്കല്ലേ? എന്തിനായത്? പൈസയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. കലണ്ടർ. എന്താണ് അമ്മേ? കണ്ടുപിടിക്ക്. തോറ്റ്. ഇങ്ങനെ തോറ്റാ പണിഷ്മെന്റ് ആയിട്ട് വാങ്ങേണ്ട വരൂലേ? കലണ്ടർ അല്ലേ മട്ടന്മാരെ. ഡേറ്റ്സ്. ഈത്തപ്പഴം. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ലെന്ന് പറഞ്ഞു വിട്ടെ. ഇവിടെ ലെവലിൽ വിളിച്ചു പറഞ്ഞു. 500. അടുത്ത ക്വസ്റ്റ്യൻ ലെമൺ നേരം ഗൈസ്. അപ്പൊ ഒറ്റയടിക്ക് പറഞ്ഞില്ല, ഫോണിലേക്ക് നോക്കിയിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. രണ്ടാൾക്കും മനസ്സിലാവോ ഇല്ലയോ എന്ന് ഞാൻ നോക്കട്ടെ. കൈ പൊക്കിട്ട് തന്നെ വർത്താനം പറ. അപ്പൊ ഉത്തരം പറയാമോ? 1 2 3. ഗ്രീൻഗ്രിയാ? ബോയ്ഗ്രി. മിമിക്രി എന്നല്ല കേട്ടിക്ക്. ഇവിടെ പറഞ്ഞു കൈ പൊക്കില്ല. ഇവിടെ കൈ പൊക്കിക്കില്ല. ഒച്ചത്ത് പറയണോ? ഇവിടുന്ന് ഇവിടെ തെറ്റുത്തരം പറഞ്ഞാൽ പണിഷ്മെന്റ് ഇല്ല. നിങ്ങൾ എത്ര പൈസ വാങ്ങുന്നത് മാത്രമല്ലോ. ഇത് പേടിച്ചോണ്ട് ഇങ്ങനെ ക്യാമറ എവിടെയല്ല എന്നെയോ അനുഭവിക്കാം. ഞാൻ വയലിന്റെ തവള ആയിരുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കോ? അല്ല, കുറച്ച് ഒച്ചത്ത് പറയണം. വീഡിയോ എടുക്കുന്നതിന് നമുക്ക് മനസ്സിലാവും. അതല്ല ബോങ്ക്രി. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്.
ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ, പറഞ്ഞോ. ട്രീ റെഡ്. ട്രീ ഡണ്ട, ട്രീ ആപ്പിൾ. ട്രീ ആപ്പിൾ. ട്രീ ആപ്പിൾ. ഓക്കെ, ട്രീ ആപ്പിൾ. ഞാൻ കൗണ്ട് ഡൗൺ ചെയ്യാം, അത് ആലോചിച്ചോളൂ. ട്രീ ആപ്പിൾ. ട്രീ ആപ്പിൾ. ആർക്ക് ബുദ്ധി നോക്കാം? അമ്മക്കോ മകൾക്കോ ബുദ്ധി. ട്രീ ആപ്പിൾ. ട്രീ ആപ്പിൾ. എൻ്റെ കയ്യിലെ പൈസ പോവാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട്. മരം ആപ്പിൾ. മരം. 2. അമ്മക്ക് എന്താ വിളിച്ചു പറയാറമ്മേ? അമ്മ വിളിച്ച് ചിന്തിച്ചു. ട്രീ റെഡ്. ട്രീ റെഡ്. നെഹി. 3. ട്രീ. 4. ട്രീ. 3. ട്രീ റെഡ്. 5. ട്രീ റെഡ്. 6. ഒരു നായ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ വീട് അല്ല ഇങ്ങനെ ആയിരുന്നല്ലേ അമ്മ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നായ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തെല്ലോ ഓടുകയെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു എന്താ, അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നായ കുറക്കുന്നത്. അതല്ലേ 7, 8, 9, 10. എടാ ഈ പൈൻ എന്ന് പറയും, പൈൻ മരം കേട്ടിക്ക. പൈൻ ആപ്പിൾ, പൈനാപ്പിൾ. അമ്മക്കിപ്പോ കിളി മാറിയിട്ടില്ല. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഇത് എന്താണ്? എടാ എല്ലാവരും ക്യാമറയിലേക്ക് നടക്കാൻ നോക്കേ. ഡ്രാഗൺ ഫ്രൂട്ട്. തെറ്റി. അത് ഡ്രാഗൺ ഫ്രൂട്ട് ഇത്ര വെച്ച് പറയുന്നേ. അതൊക്കെ അറിയാ പറയണ കൈ പൊക്കണം. ഇത് കൈ പൊക്കി, ഇത് മണിക്കൂറുകളായി കൈ പൊക്കി ഇങ്ങനെ എന്താ വെച്ചാൽ നോക്കിയൊക്കെ പറഞ്ഞാ പോരെ. ഞാൻ പറഞ്ഞ അതാടാണ്. ആട്. ഗോഡ് ഫ്ലവർ 10. ഗ്ലോ ഫ്ലവർ 10. 1, 2, 3. ഗോട്ട് ഫ്ലവർ 10. അമ്മ ആലോചിക്കുന്നില്ല. ഇല്ലേ? ആലോചിക്കുന്നില്ലേ? ഗോട്ട് ഫ്ലവർ 10. തെറ്റുത്തരം പറയട്ടെ. രണ്ടാമത് തെറ്റ. റംബൂട്ടാൻ. ഇന്നാ പറഞ്ഞ വിടുന്നു ഇത്ര നേരമായിട്ട്. എത്ര എന്താ 10 കിട്ടുന്ന അടുത്ത. അയ്യോ അട്ടാസിക്കല്ല, പിന്നെ അട്ടാസിക്ക. അടുത്ത ക്വസ്റ്റ്യൻ. ഓ റൈറ്റ് ആൻസർ. ഇവിടെ ശ്രദ്ധിക്കൊന്നും വേണ്ട. 500 രൂപ അമ്മ കരസ്ഥമാക്കിയിരിക്കുകയാണ് ഗൈസ്. കൈയടിക്കടാ, എന്റെ കയ്യിൽ പോയി. അടുത്ത് എന്താ? കേശ്വി. ആശ്മി എന്നല്ല കേട്ടിക്ക്. കെവി. ഓ തെറ്റ്. ഓ കേശിത. ലാസ്റ്റ് ഇതാ 500 രൂപക്ക് വേണ്ടിട്ട് ആരാന്നുള്ളത്. എന്റെ കയ്യിലെ പൈസ തീർന്നേ. ലാസ്റ്റ് ചോദ്യമാണ് പറയാൻ പോകുന്നത്. അപ്പൊ അവസാനത്തെ ക്വസ്റ്റ്യൻ. രണ്ടാളുകൾ നോക്കി നിൽക്കാതെ. ഇതാണ്. കൈ പൊക്കിയതാണോ? എന്താ? എന്റെ ഓരെ കൈയടിക്കടാ. പൈസ നിർത്ത്. ഇത്ര കാലം പൈസ കിട്ടിയിട്ടാ. ഇനി എണ്ണ അങ്ങട് ഓരോരുത്തർ ഞാൻ എണ്ണിത്തരാം. അമ്മക്ക പൈസ കൂടുതലല്ല, ഞാനൊരു ദരിദ്രയായി. 2000 രൂപ ഗോപികയ്ക്ക് കിട്ടിയിട്ടുണ്ട്. 2000 നിന്നും വേറൊരു കയറ്റവും നമ്മളിവിടെ കാണുന്നില്ല. ഇവിടെ എണ്ണി ചിട്ടപ്പെടുത്തുന്നു. അപ്പൊ പൊട്ടുന്ന ആളെ പൈസ നമ്മൾ തിരികെ മേടിക്കുന്നതാണ്. അതെ, പണിഷ്മെന്റ് ഇട്ട് നമ്മൾ പറഞ്ഞല്ലേ. തിന്നാൻ വരുന്നുണ്ട് വഴിയെ. ഇതെത്ര 3000. വീഡിയോ നോക്കിക്കോളെ. അല്ല നോക്കിക്കോളെ. എന്നതാ
1 2 3 2000 3000 രൂപയുടെ വ്യത്യാസമാണ് ഉള്ളത്. അപ്പൊ ഇതാ അല്ല ഇതാ സോറി ചതിയാണ് guys. 2000 രൂപയാണ് ഗോപി. അതാണ് നമ്മൾ പറയുന്നത് മനുഷ്യന്മാരെ വിശ്വസിക്കരുത്. 3000 അമ്മയും 2000 സാനുവാണ് നേടിയിട്ടുള്ളത്. അപ്പൊ പൊട്ടിയിട്ടുള്ള ഗോപിക്കല്ലേ. അപ്പൊ 2000 രൂപ നമ്മളിവിടെ തിരികെ മേടിച്ചിട്ടുണ്ട്. പൊട്ടിയാള് ഇനി അടുത്ത പണിഷ്മെന്റിലേക്ക് നമുക്ക് അടുത്തതുണ്ടോ? ഉണ്ട്. വൈയായിട്ട് വന്നോണ്ടിരിക്കുന്ന വരിയില്ലേ അക്ഷരങ്ങൾ എപ്പം നോക്കിയാലും ബുദ്ധിമുട്ടാണ്. അവ പണിഷ്മെന്റ് വന്നോട്ടെ. ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അറിയില്ല. ഞാൻ നാട്ടിലല്ലോ, നാട്ടിലൊന്നും അറിയില്ല. പൈസ തിരിക്കാൻ വേണ്ടിട്ടൊരു ഭയങ്കര ചൂടായി. ഇത് പുളി അല്ല, ഇത് പുളിയല്ലേ? ഈ പുളി എക്സ്പ്രഷൻ ഇല്ലാണ്ട് ഒന്നകത്താക്കണം. നല്ല കിടിലൻ പുളിയാണ്. വയനുള്ള വരുന്നുണ്ടാ നിൽക്കുന്നു. അതുപോലെ തന്നെ ഒച്ചത്തിലോട്ട് പറയാതെ വായില് അല്ല ഈ പുളിന്റെ വെള്ളം തെറിക്കും. അപ്പൊ ഫസ്റ്റ് പുള്ളി കഴിക്കേണ്ട ഗോപികയാണ്. ഫസ്റ്റ് ആദ്യത്തേത് ജയിച്ച ആൾക്ക് ഇത് പൈസ കൊടുക്കട്ടെ. അവരെ ഇന്നത്തെ 3000 അമ്മ ഇവിടെ ജയിച്ചിട്ടുണ്ട്. ഇത്ര 3000 രൂപയാണ് ഒരു പണിഷ്മെന്റ്. എന്താ അരമണിക്കൂറല്ലേ? അരമണിക്കൂറുണ്ടായി വീഡിയോ, അരമണിക്കൂറുണ്ടാ ഗൈസ്. അപ്പൊ കൊണ്ട് നേടിയിട്ടുള്ളേ വായിക്കോ 3000 രണ്ട് കൈ കൊണ്ട് നേടാൻ പറ്റും. അപ്പൊ പൈസ കൈ കിട്ടിയെടുത്തോ തനി സ്വഭാവം കാണിക്കുന്നത്. അപ്പൊ ഇതോ പണിഷ്മെന്റ് ഒന്ന് കൊടുത്തോട്ടെ. എന്നിട്ട് പൈസ എനിക്ക് വന്നു. എത്ര പ്രാവശ്യം എണ്ണി വെക്കുന്നത്. അപ്പൊ പണിഷ്മെന്റ് ഇതാ എക്സ്പ്രഷൻ ഇല്ലാണ്ട് ഈ പുളി കഴിക്കുക. മതി, അത് മതി. ഒറ്റ ചെറിയ പീസ് കഴിച്ചാൽ മതി, അധികം ഒന്നും കഴിക്കണ്ടല്ലോ. എടുത്തിട്ടല്ല കഴിച്ചോ. പുളിനോട് തീർത്തോട്ടെ. അതിലൊച്ചല്ല അമ്മേന്റെ വീട്. നല്ല പുളി കിട്ടിയിട്ടുണ്ട്. എന്താ ഇങ്ങനെ എക്സ്പ്രഷൻ ഇല്ലാണ്ട് കഴിക്കണേ. ഇതിപ്പോ രാത്രിയിൽ സനു ഇപ്പൊ കക്കൂസ് പോയി വരുത്താൻ ഉണ്ടാവും. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവാണ്. എക്സ്പ്രഷൻ ഇല്ലാണ്ട് പുളിയെല്ലാം ഇവിടെ കഴിച്ച് അണ്ടിപ്പോയ അണ്ണോട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. പൈസ ചുരുട്ടി കൈ പിടിച്ചിട്ടുണ്ട് അമ്മ. അത് നമ്മൾ മുൻകൂട്ടി പറഞ്ഞിട്ടില്ല. കറക്റ്റ് ആയിട്ട് ബുദ്ധിയാണ് ഇവിടെ പരിശോധിച്ചിട്ടുള്ളത്. ഈ ബുദ്ധിന്റെ അത്തി ഈ മന്ദബുദ്ധിയാണ് അമ്മ തന്നെ വീടുന്നാറിന്. അപ്പോ എന്താ 2000 രൂപ ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അടുത്ത ചാലഞ്ചിന്റെ അകത്ത് വെക്കുന്നതായിരിക്കും. അത് നേടാൻ പരമാവധി ശ്രമിക്കുക. അപ്പോ അടുത്ത വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇന്നത്തെ 2000 പ്രതികാരാന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ചേച്ചിക്ക് എന്തോ പറയാനില്ല. നല്ല ഉറക്കാണ്. പൈസ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉറക്ക അല്ല 2 തെറി പറഞ്ഞങ്ങോട്ട് മാങ്കോ. ഇന്നത്തെ വീഡിയോ നമ്മളിതാ അധികം പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.